ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാനലിൽ സദ്യ വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു റെസിപ്പി അല്ല, അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/4 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം സാമ്പാർ കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പരിപ്പ് വേവണ വരെ നമുക്ക് കുക്കറൊന്ന് വിസിലടിക്കുക. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്കിവിടെ കട്ട് ചെയ്ത് വെക്കുക. പരിപ്പ് വേവുന്ന ടൈം കൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. വഴുതനങ്ങ, കൊത്തമര, വെണ്ടക്ക, തക്കാളി, മുരിങ്ങാക്കായ്, ഉരുളൻകിഴങ്ങ് ഇതൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പുളിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകില്ല കേട്ടോ. അതേപോലെ വഴറ്റിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വേകണ വരെ അങ്ങനെ ചെയ്യൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കൊത്തമരി മുരിങ്ങാക്കായും വേണം കേട്ടോ. അത് നിർബന്ധമാണ്. എന്നാലേ നമ്മൾ സാമ്പാർ നല്ല ടേസ്റ്റ് ആവുള്ളൂ. അതുപോലെ വെണ്ടക്ക അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാത്രം മതി കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമുക്ക് കഴിക്കണ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. ഇനി വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളകും പൊടിയും ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളകും പൊടി കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം മാത്രം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി, തക്കാളി വലിയ പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ള, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അത് വേവുന്ന ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കുക. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം സാമ്പാർ കായം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരു തേങ്ങയുടെ ആ കളറൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കുക കേട്ടോ. ആദ്യം തന്നെ വേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേപ്പിലേൻ്റെ കളറൊക്കെ അങ്ങോട്ട് ചേഞ്ച് ആവും, കറുപ്പ് കളറായി മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ ഒന്ന് വറുത്ത് വന്നതിന് ശേഷം മാത്രം വേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ട് നമ്മുടെ വേപ്പില ആ പച്ച കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം വറുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ സാമ്പാറിന് ടേസ്റ്റും കൂടും. സാമ്പാറിൻ്റെ കളറ് നല്ല ഡാർക്ക് കളറായി മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ തേങ്ങേൻ്റെ ആ ചൂടിൽ കിടന്നിട്ട് ഈ സാമ്പാർ പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ വെണ്ടയ്ക്ക എല്ലാം കൂടി ഒരുമിച്ച് വേവിച്ചതാണെങ്കിൽ കൂടി വെണ്ടയ്ക്ക ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ.
ഇപ്പം നമ്മുടെ തേങ്ങ ഒക്കെ ഇവിടെ ഇതാ നല്ല ഇതിൽ അരച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ഇട്ട് ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സാമ്പാറിലേക്ക് അത് ഇട്ട് കൊടുക്കണം. ഇനി ആ മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അമ്മിമട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അടുത്ത് വരുന്ന ടേസ്റ്റ് തന്നെ ഇതും കിട്ടും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കണം. ഒന്നാകെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുമ്പോൾ നമ്മൾ സാമ്പാർ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മുടെ സാമ്പാറൊക്കെ ഒന്ന് വറവിട്ടെടുക്കുക. കടുകും ഉണക്കമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി സദ്യേൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.